ഹായ് എവരിവൺ, വെൽക്കം ടു അവർ അക്കൗണ്ടിങ് ക്ലാസ്. എൻ്റെ വീഡിയോയുടെ തമ്പനിയിൽ കണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ക്ലാസ്സാണ്. അതായത് അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിൻ്റെ ബേസിക്സിനെ പറ്റി. ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ ഞാൻ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും സംശയം തോന്നുന്ന കുറച്ച് ടേമുകൾ, അതിൻ്റെ മീനിങ്ങുകൾ എന്താണ്, ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് തന്നെ പറയാം. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിലുണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, അതൊരു ചെറിയ തുകയുടെ ആയിരിക്കാം അല്ലെങ്കിൽ വലിയ തുകയുടെ ആയിരിക്കാം, ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ബിസിനസ് എത്ര ചെറിയ എമൗണ്ടിൻ്റെ ആണെങ്കിലും എത്ര വലിയ എമൗണ്ടിൻ്റെ ആണെങ്കിലും അക്കൗണ്ടിങ് ഇല്ലാതെ അതിൻ്റെ ഒരു നിലനിൽപ്പ് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെ അക്കൗണ്ടിങ്ങിലൂടെ നമ്മുടെ ബിസിനസ്സിനെ റെക്കോർഡ് ചെയ്യുന്നു എന്നത് സംബന്ധിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ, അതുപോലെ ബിസിനസ്സിൻ്റെ പൊസിഷൻ ഇപ്പോൾ എന്താണ്, ബിസിനസ് ഉന്നതിയിലെത്തിയോ അതോ തുടങ്ങിയപ്പോൾ തൊട്ട് അത് നഷ്ടത്തിലേക്കാണോ പോകുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് അതായത് ചിലവുകൾ കൂടുതലാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വേറെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടോ സാമ്പത്തികമായി, അതുപോലെ തന്നെ ലീഗലിയുള്ള കോൺസിക്വൻസസ്, അതായത് ടാക്സ് പേ ചെയ്യാൻ എത്ര നമ്മൾ ടാക്സ് പേ ചെയ്യണം, നമ്മുടെ കമ്പനിയുടെ ലാഭവും നഷ്ടവും അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്തോരം ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. തുടങ്ങിയ കാര്യങ്ങളാണ് അക്കൗണ്ടിങ് കൊണ്ട് നമ്മൾ ശരിക്കും കൂടുതലായി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് ടേമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് ഒരു വ്യക്തി ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ മൂലധനം എന്നാണ് പറയുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ടേമാണ് ഡ്രോയിങ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ക്യാപിറ്റൽ എന്ന് പറയുന്ന എമൗണ്ടിനെ പറ്റി. ആ എമൗണ്ടിൽ നിന്നും കമ്പനിയുടെ ഓണർ അഥവാ പ്രൊപ്പറേറ്റർ തന്നെ പിൻവലിക്കുന്ന എമൗണ്ടിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങി വെക്കുന്ന വസ്തുക്കളാണ് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ പ്ലാന്റ് ഉണ്ടാവും, ഫർണിച്ചേഴ്സ് ഉണ്ടാവും, മെഷീനറീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാഷ് ഉണ്ടാവും, റോ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇവയെല്ലാം നമ്മുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളാണ്. ഇതിനെയെല്ലാമാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ലയബിലിറ്റി, ഇതിൻ്റെ മലയാളം ബാധ്യത എന്നാണ്. അതായത് നമ്മുടെ ബിസിനസ് അങ്ങോട്ട് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു വസ്തു ഒരാളുടെ കയ്യിൽ നിന്നും കടമായി വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുണ്ടല്ലോ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് സ്വീകരിച്ചു. അതുപോലെ നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, ഇല്ലേ? ആ ലോണും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, ഉദാഹരണത്തിന് സാലറി കൊടുക്കാനുണ്ട്. ആ സാലറി ഈ മാസം കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതും നമുക്കൊരു ലയബിലിറ്റിയാണ്, കാരണം നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളതിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന പൈസയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സെയിൽസ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു, അതിനുശേഷം അത് വിൽക്കുകയാണ്. വിറ്റാൽ മാത്രമല്ലേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുന്ന പൈസയാണ് ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ഇൻകമാണ്. ഏതൊരു ബിസിനസ്സിനും ഇൻകം ഉള്ളതുപോലെ തന്നെ എക്സ്പെൻസും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾക്ക് സെയിൽ നടത്തി, നമുക്ക് പൈസ കിട്ടി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ധാരാളം ചിലവുകളും ഉണ്ടാവും, അല്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ച് വിൽക്കുന്നു, അതിനുള്ള വണ്ടി ചിലവുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് കൂലി കൊടുക്കണം, വേജസോ സാലറി ആയിട്ടോ. ഇതെല്ലാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസുകളാണ്. ഇതിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, എന്നാൽ ഒത്തിരി ആളുകൾ തെറ്റിക്കുന്ന രണ്ട് ടേമുകളാണ്. കൊമേഴ്സ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കുന്നവരോ കേട്ടിട്ടുണ്ടാവും, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ശരിക്കും ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ചിലപ്പം വ്യക്തമായൊരു ഉത്തരം ഉണ്ടാവില്ല.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഡെബിറ്റ് എന്താണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരു വ്യക്തിക്കും അക്കൗണ്ടിങ് കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പർ ഫോർമാറ്റിൽ ചെയ്യാൻ സാധിക്കില്ല. മിക്ക ആളുകളിലും കോമണായി കണ്ടുവരുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതും ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നതുമാണെന്നാണ്. എന്നാൽ അത് തീർത്തും തെറ്റായൊരു ധാരണ മാത്രമാണ്. അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ വാല്യൂ കൂടുന്നതിനോ കുറയുന്നതിനോ ഡെബിറ്റും ക്രെഡിറ്റുമായി യാതൊരു ബന്ധവുമില്ല. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അക്കൗണ്ടിങ്ങിൽ തന്നെ 3 റൂളുകളുണ്ട്. അക്കൗണ്ടിങ്ങിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ റൂള് പേഴ്സണൽ അക്കൗണ്ടുകളെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അതായത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്നതാണ് റൂള്. ആ ഒരു വേർഡിങ്സിൽ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ഒരാൾ തരികയാണെങ്കിൽ അയാളെ ഡെബിറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു വസ്തു കമ്പനിയിൽ നിന്നും പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണം പറയുകയാണ്, രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ കുറച്ച് പൈസ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നും കമ്പനി കൊടുത്തത് ആർക്കാണ്? രാഹുലിനാണ്. അതായത് കിട്ടിയത് രാഹുലിനാണ്. അയാളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. കമ്പനിയിൽ നിന്നും പോയത് എന്താണ്? ക്യാഷാണ്. അയാൾക്ക് നമ്മൾ കൊടുത്തത് എന്താണ്? ക്യാഷാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന എൻട്രി എന്ന് പറയുന്നത് രാഹുൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടുകളെ പറ്റിയിട്ടുള്ളതാണ്. ഇതിലെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതും നമുക്ക് ആ സെൻറ്റൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ? ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് കാശ് കൊടുത്ത് കുറച്ച് ഫർണിച്ചർ വാങ്ങിച്ചു. കമ്പനിയിലേക്ക് വന്നത് എന്താണ്? ഫർണിച്ചറാണ്. സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി എന്ത് കൊടുത്താണ് നമുക്ക് ഫർണിച്ചർ കിട്ടിയത്? ക്യാഷ് കൊടുത്താണ്. സോ കമ്പനിയിൽ നിന്ന് പോയത് എന്താണ്? ക്യാഷ്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ വരുന്ന എൻട്രി എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ടുകളെ പറ്റിയിട്ടുള്ളതാണ്. ഇത് അവസാനത്തെയും വളരെ ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ഒരു റൂളാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ. കമ്പനിയിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെല്ലാം എക്സ്പെൻസുകളോ നഷ്ടങ്ങളോ ആണോ ഉണ്ടാവുന്നത് അതിനെയെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ കമ്പനിയിലേക്ക് എന്തെങ്കിലും ഒരു ഇൻകമോ പ്രോഫിറ്റോ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ ക്രെഡിറ്റും ചെയ്യണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കമ്പനിയാണ്. എൻ്റെ കമ്പനി ഇരിക്കുന്നത് ഒരു റെൻ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ്. അയാൾക്ക് ഞാൻ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ റെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ്? ഒരു എക്സ്പെൻസാണ് അല്ലേ? അപ്പോൾ നമ്മൾ റെൻറ്റിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇനി ക്യാഷായിട്ടാണ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന എൻട്രി എന്താണ്? റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഈ 3 റൂളുകളും മനസ്സിലാക്കിയാൽ ഡെബിറ്റ് എന്താണെന്നും ക്രെഡിറ്റ് എന്താണെന്നും നമുക്ക് മനസ്സിലാവുകയും അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറീസും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ഈ വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കോ ഇമെയിൽ ID യിലേക്കോ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. എനിവേ, താങ്ക് യു.